മുന്നിൽ എത്തുന്നു മാവേലിക്കരയിൽ എന്നുള്ളത് വളരെ പ്രധാനമാണ്. എറണാകുളത്തൊക്കെ കോൺഗ്രസ് പ്രവർത്തകരുടെ ആഘോഷമൊക്കെ തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. ഇത്തവണ കേരളത്തിൽ UDF തരംഗം ഉണ്ടാകുമ്പോൾ ഒറ്റയ്ക്കിരുന്ന് ആഘോഷിക്കേണ്ട ആവശ്യം കോൺഗ്രസിന് ഉണ്ടാകുന്നില്ല. കാരണം ദേശീയ തലത്തിലും കോൺഗ്രസിന് മുന്നേറ്റമുണ്ടാക്കാൻ പ്രതീക്ഷിച്ചതിനേക്കാൾ മുന്നേറ്റമുണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ദേശീയ തലത്തിലെ ആഘോഷം ഏറ്റെടുത്തുകൊണ്ട് കേരളത്തിലൊരു UDF തരംഗത്തിനല്ലേ UDF തരംഗത്തിന് അതിൽ ഉത്തർപ്രദേശ് അടക്കമുള്ള ഹിന്ദി ഹൃദയഭൂമിയിൽ ഇന്ത്യ സഖ്യം നേടിയ വലിയ മുന്നേറ്റമൊക്കെ കോൺഗ്രസിന് വലിയ സന്തോഷമാകും. അപ്പോഴും കേരളത്തിൽ 2 സീറ്റ് ഇപ്പോഴും BJP ലീഡ് ചെയ്യുന്ന സാഹചര്യം. അതിലൊരു സീറ്റ് BJP ഉറപ്പിച്ചു കഴിഞ്ഞു. തൃശൂർ സീറ്റ് BJP ഉറപ്പിച്ചു കഴിഞ്ഞു. സുരേഷ് ഗോപി കേരളത്തിൽ താമര വിരിയിക്കുകയാണ്. 26,340 വോട്ടുകളുടെ ലീഡ് എന്നുള്ളത് സേഫായ ഒരു ലീഡാണ്. പക്ഷേ തിരുവനന്തപുരത്ത് ഇപ്പോഴും ടൈറ്റാണ്. 4,948 വോട്ടുകളുടെ ലീഡ് മാത്രമാണ് രാജീവിനുള്ളത്. പക്ഷേ അവിടെയും മത്സരം കാഴ്ചവെക്കുവാൻ BJPക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് ഏറ്റവും പ്രധാനമാണ്. വടകരയിൽ ഇത്ര പ്രചണ്ഡമായ പ്രചാരണങ്ങൾ ഉണ്ടായിട്ട് പോലും LDFന് ഒന്നും ചെയ്യാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ്. കണ്ണൂരിലും തന്നെയാണ്. വടക്കൻ മണ്ഡലങ്ങളിലൊക്കെ UDFന്റെ തേരോട്ടം നടക്കുകയാണ്. അത് കാസർഗോഡ് ഇത്തവണ രാജ്മോഹൻ ഉണ്ണിത്താൻ കാലിടകുമെന്ന് കരുതിയിരുന്നതാണ്. പക്ഷേ അങ്ങനെയൊന്നും സംഭവിച്ചില്ല. അദ്ദേഹത്തിന് കഴിഞ്ഞ തവണത്തേക്കാൾ നില മെച്ചപ്പെടുത്താൻ കഴിയുകയാണ്. അവിടെ ചാലക്കുടിയിൽ ചിലപ്പോൾ അട്ടിമറി ഉണ്ടാകുമെന്ന് കരുതിയതാണ്. പക്ഷേ അതും അവിടെ നടക്കുന്നില്ല. ഇത് ആലത്തൂരിൽ പക്ഷേ പ്രതീക്ഷിച്ചതാണ്. K. രാധാകൃഷ്ണൻ ചിലപ്പോൾ വിജയിച്ചേക്കാമെന്ന്. ആ രീതിയിൽ കാര്യങ്ങൾ പോകുന്നുണ്ട്. പാലക്കാട് ശ്രീകണ്ഠൻ തോറ്റേക്കാമെന്ന് പലരും പറഞ്ഞിരുന്നു. പക്ഷേ അങ്ങനെയും സംഭവിക്കുന്നില്ല. കഴിഞ്ഞ തവണത്തെ പോലെ തന്നെ കാര്യങ്ങൾ മുന്നോട്ട് പോവുകയാണ്. ഇതാണ് തരംഗം. 22,000-ത്തിനടുത്തേക്ക് വടകരയിൽ ഷാഫിക്ക് ലീഡ് കൂടുന്ന സാഹചര്യം. 45,000-ത്തിനടുത്തേക്ക് സുരേഷ് ഗോപിയുടെ ലീഡ് 30,000 കടന്നു. 30,000 കടന്നു. സുരേഷ് ഗോപി വിജയത്തിലേക്ക്. K. മുരളീധരൻ മൂന്നാമത്. VS സുനിൽകുമാറിനേക്കാൾ 30,000 വോട്ടുകൾക്ക്, കൃത്യമായി പറഞ്ഞാൽ 30,073 വോട്ടുകൾക്കാണ് ഇപ്പോൾ സുരേഷ് ഗോപി ലീഡ് ചെയ്യുന്നത്. ഷാഫി പറമ്പിലിന്റെ ലീഡ് 21,435. കോഴിക്കോട് MK രാഘവന്റെ ലീഡ് 44,348. UDF തരംഗത്തിനിടെ തൃശൂർ BJP പക്ഷത്തേക്ക് സുരേഷ് ഗോപി 30,073 വോട്ടുകളുടെ വലിയ ലീഡിലേക്ക് വന്നിരിക്കുകയാണ്. പൊന്നാനിയിൽ അബ്ദുസമദ് സമദാനിയുടെ ലീഡ് 50,000 കൂടിയിരിക്കുകയാണ്. കാസർഗോഡ് ഉണ്ണിത്താന്റെ ലീഡ് 17,561. ഇടുക്കിയിൽ ഡീന്റെ ലീഡ് 52,000 വോട്ടുകൾ. UDFന്റെ തരംഗം കാണുകയാണ് കേരളത്തിൽ. ദേശീയ തലത്തിലെ ശ്രദ്ധേയമായ ചിത്രമാണ്. ശക്തമായ പ്രതിപക്ഷമായി മാറുകയാണ് ഇന്ത്യ സഖ്യം. 304 സീറ്റുകളിലാണ് ഇപ്പോൾ NDA ലീഡ് ചെയ്യുന്നത്. അതിൽ BJPക്ക് ഒറ്റയ്ക്ക് കേവല ഭൂരിപക്ഷമില്ല എന്ന് നിർണായകമാണ്. വരും ദിവസങ്ങളിൽ രാഷ്ട്രീയ മാറ്റങ്ങൾ കാണാം. എന്താണ് സംഭവിക്കുന്നത് കാത്തിരുന്ന് കാണാം. ഒരുപക്ഷേ ഈ മുന്നണികളിൽ കൂറുമാറ്റം ഉണ്ടായാൽ എന്താണ് വരും ദിവസങ്ങളിൽ സംഭവിക്കുക എന്നത് വളരെ പ്രധാനമാണ്. അതിലൊരു പ്രധാനപ്പെട്ട കാര്യം കൂടിയുണ്ട്. പ്രജ്വൽ രേവണ്ണ ലീഡ് ചെയ്യുന്നു. നേതാവാണ് ലീഡ് ചെയ്യുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട വിവരമാണ്. പക്ഷേ ഈ വിവാദങ്ങൾ ഉണ്ടാകുന്നതിന് മുൻപ് തന്നെ വോട്ടെടുപ്പ് നടന്ന ഒരു മണ്ഡലം കൂടിയാണ്. പക്ഷെ മറ്റൊരു കാര്യമുണ്ട്. രഞ്ജിത്ത് സഖ്യകക്ഷികളെ കുറിച്ച് പറഞ്ഞു. BJPക്ക് ഒറ്റയ്ക്ക് കേവല ഭൂരിപക്ഷത്തിലേക്ക് വരാൻ കഴിയില്ല എന്ന് തോന്നുന്നു. രാജീവ് ചന്ദ്രശേഖരന്റെ ലീഡ് 5,783 വീണ്ടും 5,783 തിരുവനന്തപുരത്തെ സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖരന്റെ ലീഡ് 5,783. രാജീവ് ചന്ദ്രശേഖർ വീണ്ടും മുന്നിൽ. മുന്നേറ്റം തുടരുകയാണ്. 5,783 വോട്ടായിട്ട് ലീഡ് ഉയർന്നിരിക്കുകയാണ്. കഴിഞ്ഞ സമയമായി പ്രതികരിച്ചിരിക്കുന്നു. ലീഡ് ഇനിയും ഉയരും. പ്രതീക്ഷിച്ച മുന്നേറ്റമില്ല എന്ന് സമ്മതിച്ചുകൊണ്ട് K. രാധാകൃഷ്ണന്റെ പ്രതികരണം. പക്ഷേ അടുത്ത സെന്റൻസും കൂടി ഉണ്ടാവും. കേരളത്തിലൊരു ഭരണവിരുദ്ധ വികാരമുണ്ടെന്ന് പറയാൻ കഴിയില്ല. ഭരണവിരുദ്ധ വികാരം ഉണ്ടെന്ന് പറയാൻ കഴിയില്ല. പക്ഷേ LDFന് മുന്നേറ്റം വല്ലാതെ ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അത് പ്രത്യേക സാഹചര്യത്തിലാണ്. അതിൻ്റെ കൂടുതൽ വിവരങ്ങൾ പറയണമെന്നുണ്ടെങ്കിൽ നമുക്ക് റിസൾട്ടിൻ്റെ ഏകദേശം ഒരു ഫൈനൽ സ്റ്റേജിലേക്ക് വരുമ്പോൾ പറയാം. മണ്ഡലത്തിൽ ആദ്യ റൗണ്ടിൽ K. സുധാകരൻ ലീഡ്. അതുകൊണ്ട് തന്നെ കേരളത്തിൽ ഭരണവിരുദ്ധ വികാരം ഉണ്ടെന്നാണ് പൊതുവെ പറയുന്നത്. അത് പല ഘട്ടത്തിലും അങ്ങോട്ടും ഇങ്ങോട്ടും പാർലമെന്റ് ഇലക്ഷനിൽ വേരിയേഷൻ വരാറുണ്ട്.
കഴിഞ്ഞ 2019 CPM പറഞ്ഞു നിൽക്കാവുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് കെ രാധാകൃഷ്ണൻ പറഞ്ഞത്. കേരളത്തിൽ ഭരണവിരുദ്ധ വികാരമില്ല എന്ന് രാധാകൃഷ്ണൻ പറയുന്നതിന് കാരണം ദേശീയ തലത്തിൽ BJPക്കെതിരായി ഒരു വികാരമുണ്ടായിരുന്നു, അത് കേരളത്തിൽ പ്രതിഫലിക്കുകയായിരുന്നു എന്നാണ്. മറ്റൊരു കാര്യം കൂടി CPM പറയാം, രാധാകൃഷ്ണൻ മന്ത്രി തോറ്റില്ലല്ലോ, പിന്നെ എങ്ങനെയാണ് സർക്കാരിനെതിരെയുള്ള വികാരം എന്ന്. പക്ഷെ അത് എത്രത്തോളം വിലപ്പോകുമെന്ന് അറിയില്ല. സ്വാഭാവികമായിട്ടും പ്രതിപക്ഷം കേരളത്തിൽ ഉന്നയിക്കാൻ പോകുന്നത് കേരളത്തിൽ ഭരണവിരുദ്ധ വികാരമുണ്ട് എന്ന് തന്നെയാണ്. അതുകൊണ്ടാണ് ഒറ്റയാൾക്ക് മാത്രം ലീഡ് ചെയ്യാൻ കഴിയുന്നതും ജയത്തിലേക്ക് വരാൻ കഴിയുന്നതും. NDAയുടെ സീറ്റെണ്ണം കുറയുന്നുണ്ട് മഞ്ജുഷ്. ദേശീയ തലത്തിൽ 300ലേക്ക് വീണ്ടും 302ലേക്ക്, അതായത് 310 320 വരെ വന്ന സീറ്റാണ് ഇപ്പോൾ 302ലേക്ക് 300ലേക്ക് താഴുന്നു. ക്രമാനുഗതമായി ഇന്ത്യ സഖ്യം സീറ്റ് ഉയർത്തുന്നു. 217 അതിൽ 90 സീറ്റുകൾ ഒറ്റയ്ക്ക് കോൺഗ്രസിന്റെ അമ്പരപ്പിക്കുന്ന വളർച്ചയാണ്. 52 സീറ്റുകൾ ഉണ്ടായിരുന്ന കോൺഗ്രസ് 2019 ഇത്തവണ 90 സീറ്റുകൾ അല്ലെങ്കിൽ 100ലേക്ക് എത്തുക എന്ന് പറഞ്ഞാൽ കോൺഗ്രസിന് പിടിച്ചു നിൽക്കാം, ശക്തമായ പ്രതിപക്ഷമാകാം. രാഹുൽ ഗാന്ധി, മല്ലികാർജുൻ ഖാർഗെ എന്നിവരുടെ വിലയിരുത്തലുമാകും സ്വാഭാവികമായും. 220ലേക്ക് ഇന്ത്യ സഖ്യം എത്തുകയാണ്. 80 സീറ്റുകൾ മാത്രമാണ് NDAക്ക് ലീഡുള്ളത്, മുന്നിലുള്ളത് ഇന്ത്യ സഖ്യത്തെക്കാൾ എന്നുള്ളത് വരുന്ന ദിവസങ്ങളിലെ രാഷ്ട്രീയ ചുവടുമാറ്റങ്ങൾക്ക് ഒരുപക്ഷെ കാരണമായേക്കാം. രഞ്ജിത്ത്, ഒറ്റയ്ക്ക് ഭൂരിപക്ഷം BJPക്കില്ല, അതാണല്ലോ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. 243 മാത്രമേ എത്തിയിട്ടുള്ളൂ. 272 എന്ന മാന്ത്രിക സംഖ്യയിലേക്ക് BJPക്ക് ഒറ്റയ്ക്ക് എത്താൻ പറ്റുകയുമില്ല ഈ ഒരു സാഹചര്യം നോക്കുകയാണെങ്കിൽ, അല്ലെ? കോവളം, നേമം, പാറശാല എണ്ണി തുടങ്ങുന്നു. റൗണ്ടുകൾ എണ്ണി കഴിഞ്ഞിരിക്കുന്നു. കോവളത്തൊക്കെ 5 റൗണ്ട് എണ്ണിക്കഴിഞ്ഞ ഒരു സാഹചര്യത്തിലാണ് ഈ രാജീവ് ചന്ദ്രശേഖരന്റെ 5000 മുകളിലുള്ള ലീഡ് എന്നുകൂടി എടുത്ത് പറയണം ഇതിനിടെ. അതായത് കഴക്കൂട്ടം, വട്ടിയൂർക്കാവ്, തിരുവനന്തപുരം ഈ 3 മണ്ഡലങ്ങളും BJPയുടെ സ്ട്രോങ് ഹോൾഡ്സ് ആണ്. അവിടെയാണ് കൂടുതലും ബൂത്തുകൾ എണ്ണിക്കഴിഞ്ഞിട്ടുള്ളത്. പക്ഷേ പാറശാല, നേമം, കോവളം അതാണ് പാറശാലയും കോവളവും അതാണ് നിർണായകമാകുന്നത്. UDFന് അവിടെ എങ്ങനെയായിരിക്കും തരൂരിന്റെ പ്രകടനം എന്നുള്ളതാണ് ഇനി അറിയാനുള്ളത്. കോവളത്ത് 5 റൗണ്ടുകൾ എണ്ണിക്കഴിഞ്ഞു. നേമത്ത് 2 റൗണ്ടുകൾ, പാറശാലയിൽ 3 റൗണ്ടുകൾ, തിരുവനന്തപുരത്ത് 5 റൗണ്ടുകൾ, വട്ടിയൂർക്കാവിൽ 2 റൗണ്ടുകൾ, കഴക്കൂട്ടത്ത് 4 റൗണ്ടുകൾ. ഇതാണ് കണക്ക്. ഇത്തരത്തിലാണ് കഴക്കൂട്ടത്ത് 4 റൗണ്ട് എന്ന് പറയുമ്പോൾ അവിടെ 12 റൗണ്ടുകൾ ആകെ ഉള്ളതാണ്. അത് 4 മാത്രമേ ആയിട്ടുള്ളൂ. വട്ടിയൂർക്കാവിലും ഇനിയും 10 റൗണ്ട് എണ്ണാൻ ബാക്കിയുണ്ട്. പാറശാലയിൽ 16 റൗണ്ട്, പാറശാലയിൽ 3 റൗണ്ട്, അവിടെ 16 റൗണ്ട് എണ്ണി തീരാനുള്ളതാണ്. അപ്പോൾ ഇനിയും വോട്ടുകൾ എണ്ണാൻ ബാക്കിയുള്ളപ്പോഴാണ് രാജീവ് ഇത്ര. പത്തനംതിട്ടയിൽ 14,033 എന്ന കംഫർട്ടബിൾ ലീഡിലേക്ക് എത്തിക്കഴിഞ്ഞു ആന്റണി. 61,679 വോട്ടുകളാണ് UDFന് കിട്ടിയത്. 47,646 വോട്ടുകൾ LDFനും. NDAക്ക് 35,839 വോട്ടുകൾ നേടുകയാണ് അനിൽ ആന്റണി പത്തനംതിട്ടയിൽ. കോട്ടയത്ത് കേരള കോൺഗ്രസ് ഏറ്റുമുട്ടിയ കോട്ടയത്ത് 22,923 എന്ന ലീഡിലേക്ക് ഫ്രാൻസിസ് ജോർജും കേരള രാഷ്ട്രീയത്തിലും വലിയ